ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ക്രിസ്തുമസിന്റെ കാലഘട്ടമാണല്ലോ. എല്ലായിടത്തും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുന്നു, ലോകമെമ്പാടും. അത് ഏതെങ്കിലും ജാതിയിലോ മതത്തിലുള്ളവർ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനതകൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സ്റ്റാറുകൾ തൂക്കുന്നു, ക്രിസ്മസ് കാർഡുകൾ അയക്കുന്നു, ഗ്രീറ്റിംഗ്സുകൾ അയക്കുന്നു. ഇന്ന് പണ്ടത്തെ പോലെ അങ്ങനെ കാർഡുകളൊന്നും അയക്കുന്നില്ല, എല്ലാം ഡിജിറ്റലായില്ലേ. എല്ലാം ഡിജിറ്റലായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം സന്ദേശങ്ങൾ അയക്കുന്നു, ക്രിസ്തുമസ് വിഭവങ്ങൾ ഒരുക്കുന്നു. എങ്ങുമെങ്ങും നല്ല വെളിച്ച ധോരണികൾ എല്ലാം നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയും. അങ്ങനെ ഒരു ആഹ്ലാദത്തിന്റെ ഒരു കാലഘട്ടമാണല്ലോ ഈ ക്രിസ്മസ് കാലഘട്ടം. എന്താണ് ക്രിസ്മസ്? യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, സാധാരണയായി മരിച്ചുപോയ ഒരാളുടെ ജന്മദിനം സാധാരണ ആഘോഷിക്കാറില്ല, അല്ലേ? കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെയോ മാതാപിതാക്കളുടെയോ മറ്റ് ആളുകളുടെയാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്നും ക്രൂശ് മരണം വഴി മാറ്റപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ അണച്ചുകൊണ്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നു. അതിന് കൃത്യമായ ദിവസം ഏതെന്നോ സമയം ഏതെന്നോ ഒന്നും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ലോകമെമ്പാടും യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. അതെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചുവെങ്കിലും ആക്ച്വലി യേശു മരിച്ചു, പക്ഷെ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് യേശുവിൻ്റെ ബർത്ത്ഡേ ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്. ആ ഒരു ജനനം സാധാരണ ഒരു ജനനം പോലെ ആയിരുന്നില്ല. അത് സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു, ഡിവൈൻ പ്ലാൻ ആയിരുന്നു. അന്നത്തെ സന്ദേശം എന്തായിരുന്നു അറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൂതൻ, സ്വർഗത്തിലെ ദൂതനാണ് ആദ്യത്തെ ക്രിസ്തുമസ് സന്ദേശം നൽകിയത്. ആദ്യത്തെ സന്ദേശം എന്താണ്? സന്ദേശം ദൂതൻ അവരോട്. ആരാണ് അവര്? ആട്ടിടയന്മാരോടാണ് സുവിശേഷം അറിയിച്ചത്. സുവിശേഷം അറിയിച്ചത് ദൂതന്മാരാണ്. ആരോടാണ് അറിയിച്ചത്? അത് ആട്ടിടയന്മാരോടാണ്. ദൂതൻ അവരോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഒന്നാമത്തെ സുവിശേഷ സന്ദേശം, ക്രിസ്തുമസ് സന്ദേശം. ആ സന്ദേശത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാം. എന്താണ് ക്രിസ്തുമസ്? യേശു പിറന്നു. സ്വർഗത്തിന്റെ ഉടയവനായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഉരുവായി. ഒരിടത്തും ഒതുക്കാൻ കഴിയാത്ത ക്രിസ്തു, ആ ക്രിസ്തു ഒരു കന്യയുടെ ഉദരത്തിൽ ഒതുങ്ങിക്കിടന്നു, ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഒതുങ്ങിക്കിടന്നു. എന്തിന്? നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട്. പാട്ടുകാരൻ ഇപ്രകാരം പാടി, പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാൽ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാൽ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ദൈവകരുണയുടെ ധനമാഹാത്മ്യം നാവിനാൽ വർണ്ണിക്കാവുന്നതല്ല. കാരണം പരമസമ്പന്നനായ കർത്താവായ യേശുക്രിസ്തു ഈ ധരണി, ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു ദരിദ്രനായി, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ഉടുത്തു. അത് ചെറിയ സംഗതിയല്ല. അത്രമാത്രം യേശു നമ്മെ സ്നേഹിച്ചു, അത്രമാത്രം യേശു നമ്മെ കരുതി, അത്രമാത്രം യേശു നമ്മെ സ്നേഹിച്ചു, ആഴത്തിൽ സ്നേഹിച്ചു.
ഈ സ്നേഹത്തെ നാം കണ്ടെത്തുക, ഈ സ്നേഹത്തെ നാം ഓർക്കുക. അതാണ് ക്രിസ്തുമസ്. ദൂതൻ പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതിനു മുമ്പ് പറഞ്ഞു, ഭയപ്പെടേണ്ട എന്ന്. സ്തോത്രം. ഭയം മാറ്റുന്നതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം. ഭയം മാറ്റുന്നതാണ് സുവിശേഷം. സന്തോഷം തരുന്നതാണ് സുവിശേഷം. ചുരുക്കി പറഞ്ഞാൽ ഭയം മാറ്റി സന്തോഷം തരുന്നതാണ് സുവിശേഷം. ഭയമെന്നും ദുഃഖമേ തരികയുള്ളൂ. ഭയപ്പെടേണ്ട. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്കുകളുണ്ട്. ആ വാക്കുണ്ട്. എന്തിനാണ് നിത്യനായ ദൈവം ആ വാക്കുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്? തിരുവചനത്തിൽ ഭയം മാറ്റുന്ന ക്രിസ്തുവിന്റെ സന്ദേശം ജനത്തിന് കൊടുക്കുകയാണ്. 365 ദിവസവും നമുക്ക് ഓരോ ദിവസത്തേക്ക് ഓരോ വചനം തന്നിരിക്കുകയാണ്, ഭയപ്പെടേണ്ട എന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയാൻ കാരണം? ക്രിസ്തു ജനിച്ചിരിക്കുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിച്ചാൽ ഭയം മാറും. 2000 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ കൃത്യം പറഞ്ഞാൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പിറന്നു വീഴണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയം മാറും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടും. കർത്താവിന് സ്തോത്രം. ഇന്ന് ഭയപ്പെട്ട് കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? നാളെയെക്കുറിച്ച് ഭയം, ഇരുട്ടിന് ഭയം ജീവിതത്തിൽ ഒരു ആദിയാണ്. ഭയം മാത്രമായി കഴിയുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. രോഗം വന്നു, ഭയം. 100 ഭയപ്പാടുകളായി കഴിയുന്ന മനുഷ്യരുണ്ട്. എന്നാൽ യേശുക്രിസ്തു ജനിച്ച് അന്ന് പറഞ്ഞ വാക്കാണ് ഭയപ്പെടേണ്ട എന്ന്. അതെ, ക്രിസ്തു ജനിച്ചത് നമ്മുടെ ഭയം മാറ്റാനാണ്. 2, സന്തോഷം തരുമെന്ന്. സന്തോഷമില്ലാത്തവരല്ലേ നമ്മുടെ ചുറ്റുപാടും കഴിയുന്ന അനേകായിരങ്ങൾ. ആയിരങ്ങളല്ലല്ലോ, 10,000-ങ്ങളുമല്ലല്ലോ, ലക്ഷങ്ങളുമല്ലല്ലോ, കോടിക്കണക്കിന് ജനങ്ങൾ. സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുകയാണ്. പക്ഷെ സന്തോഷം കിട്ടുന്നില്ല. ഒന്നിലും ശാശ്വതമായി സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. മദ്യത്തിനോ മയക്കുമരുന്നിനോ സിനിമയ്ക്കോ കൂട്ടുകെട്ടിനോ കഞ്ചാവിനോ ഈ ലോകത്തിന്റെ മറ്റൊന്നിനും സന്തോഷം തരാൻ കഴിയില്ലെന്ന് മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞു. നൈമിഷികമായ സുഖങ്ങളേ ഉള്ളൂ ഈ ഭൂമിയിൽ. എന്നാൽ ശാശ്വതമായ സന്തോഷം തരാൻ യേശുവിന് കഴിയും. യേശുവിനോടൊത്ത് നാം ജീവിക്കുമ്പോൾ യേശു നമുക്ക് സന്തോഷവും സമാധാനവും തരും. ഇതൊരു നിത്യസത്യമാണ്, ഇതൊരു നിത്യ യാഥാർത്ഥ്യമാണ്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണത്? ക്രിസ്തു എന്ന രക്ഷിതാവ്. സ്തോത്രം. കർത്താവായി ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ജനിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ദൂതൻ പറയുകയാണ്. സ്വർഗം അങ്ങനെ കൽപ്പിക്കുകയാണ്. എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ കരുതുന്നില്ല, എൻ്റെ മക്കൾ എന്നെ കരുതുന്നില്ല, ഞാൻ താലോലിച്ചു വളർത്തിയ എൻ്റെ മക്കൾ വേണ്ടതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല. ഇങ്ങനെ മറ്റുള്ളവരുടെ കരുതൽ ലഭിക്കാതെ കേഴുന്ന അനേക ഹൃദയങ്ങൾ. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന്. ഏകാന്തതയിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ലോൺലിനെസ്സിൽ കഴിയുന്നവരുണ്ടോ? ഈ 2025 ക്രിസ്തുമസ് സന്ദേശത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കൂടെ വരുന്നവനാണ് യേശു, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവനാണ് യേശു, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവനാണ് യേശു. നിങ്ങളുടെ അകവും പുറവും നന്നായി മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവനാണ് ക്രിസ്തു. യേശു ജീവിക്കുന്നു. യേശു ജനിച്ചത് നമ്മുടെ കൂടെ വസിക്കാനാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്ന് യേശു ജനിക്കുന്നതിന് മുമ്പേ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നമ്മോട് കൂടെ ഇരിക്കുന്ന ഈ നല്ല ദൈവത്തെ നിങ്ങൾ അനുഭവിച്ചുവോ? അതോ ചില ചടങ്ങുകളും ആചാരങ്ങളും, സ്റ്റാർ തൂക്കി, മെഴുകുതിരി കത്തിച്ചു, പുൽക്കൂടുണ്ടാക്കി, കേക്കുകൾ വിതരണം ചെയ്തു, കേക്ക് കട്ട് ചെയ്തു, വിഭവസമൃദ്ധമായി സദ്യ നടത്തി, എല്ലാമായി അതിൽ ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി കഴിയുകയാണോ പ്രിയരെ? അതിനപ്പുറത്തേക്ക് സാക്ഷാത്തായ ചില അനുഭവങ്ങൾ തരുന്നതാണ് ക്രിസ്തുമസ് സന്ദേശം. ക്രിസ്തു ജനിച്ചിരിക്കുന്നു. നമ്മുടെ ഭയം മാറ്റി നമുക്ക് സന്തോഷം തരാൻ നമുക്ക് വേണ്ടി ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇവിടെ ദൂതൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഈ ശിശുവാണ് എല്ലാത്തിൻ്റെയും ഉടയവൻ. ഈ ശിശുവാണ് എല്ലാത്തിൻ്റെയും ഉറവ. ഈ ശിശുവാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദു. ഈ ഭൂമിയിൽ സന്തോഷം തരണമെങ്കിൽ ഈ ശിശുവിൻ്റെ പാദത്തിൽ വരണം. ഏതാണ് ശിശു? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും.
യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷം ഉണ്ടാകും. യേശുക്രിസ്തു നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുക്രിസ്തു ഭാര്യയുടെയും ഭർത്താവിനെയും കൂടെ വരുമ്പോൾ ആ കുടുംബ ജീവിതം സ്വർഗതുല്യമാകും. യേശുക്രിസ്തു മാതാപിതാക്കളുടെയും മക്കളുടെയും ജീവിതത്തിൽ വരുമ്പോൾ ആ കുടുംബം സ്വർഗീയ കുടുംബമായി. എൻ്റെ പ്രിയരെ, ഈ നല്ല ക്രിസ്തുമസ് കാലഘട്ടത്തിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു മകനെ, പ്രിയമകളെ, നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. മകനെ, എനിക്കൊരല്പം സ്ഥലം തരാമോ? എനിക്കൊന്ന് പെറ്റുവീഴാൻ, എനിക്കൊന്ന് കൈകാലിട്ട് ചലിപ്പിക്കുവാൻ നിന്റെ ഹൃദയം തരാമോ? നിന്റെ ജീവൻ തരാമോ? നിന്റെ ജീവിതം തരാമോ എന്ന് യേശു ചോദിക്കുന്ന ഈ നല്ല സമയം, നാഥ, അങ്ങേക്കായി എൻ്റെ ജീവിതം ഞാൻ വേർതിരിക്കുന്നു. ഈ നല്ല ക്രിസ്തുമസ് ദിവസം യേശുവേ, അങ്ങേക്കായി എൻ്റെ ജീവിതം വേർതിരിക്കുന്നു, എൻ്റെ ഭാവി വേർതിരിക്കുന്നു. ഇനിയുള്ള കാലം ചില ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്തുമസ് ആഘോഷമല്ല, മറിച്ച് ജീവിതത്തിൽ, ഹൃദയത്തിൽ യേശു വാഴുന്ന അനുഭവത്തിലൂടെ ഞാൻ യേശുവിൻ്റെ ജന്മദിനമായ ഈ ക്രിസ്തുമസ് ഞാൻ ആഘോഷിക്കും. അത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഭയം മാറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാക്കി തീർക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കാം. ബേത്ലഹേമിൽ പുൽക്കൂട്ടിൽ പിറന്ന ആ ശിശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നാഥ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വരണമേ. എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ ഭാവി അങ്ങേക്ക് തരുന്നു, അവിടുത്തെ പാദപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ നല്ല ദിവസം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ ഈ 2025 ക്രിസ്തുമസ് യേശുവിനോടൊത്ത് നിങ്ങൾക്ക് ആഘോഷിക്കാം, യേശുവിനോടൊത്ത് സന്തോഷിക്കാം, യേശുവിനോടൊത്ത് ഭയം മാറിയവരായി നിങ്ങൾക്ക് വലിയ ആനന്ദത്തോടെ, ഇതുവരെ അനുഭവിക്കാത്ത വലിയ സന്തോഷത്തോടെ, വലിയ പ്രസന്നതയോടെ, പുതുപുഞ്ചിരിയുമായി ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. അതിനിടയാകട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പേരിലും ഞങ്ങളുടെ ക്രിസ്തുമസ് ഗ്രീറ്റിംഗ്സ് എല്ലാവരെയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ യൗവനക്കാരെ, പ്രിയ കുഞ്ഞുകുട്ടികളെ, ഈ 2025 ക്രിസ്മസ് നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഈ ദിവസം മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.